പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ത്രിയേക ദൈവമേ, അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. ഈശോപ്പ, ഞങ്ങൾക്ക് ഇന്നൊരു ദിവസം തന്ന് അനുഗ്രഹിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു നാഥ. പ്രഭാതം മുതൽ ഈ രാത്രിയുടെ യാമം വരെ ഞങ്ങളെ എല്ലാവരെയും അവിടങ്ങളിൽ കർത്താവിൻ്റെ സംരക്ഷണത്തിൽ പരിപാലിച്ചിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഇന്ന് ആവശ്യമായതെല്ലാം തന്ന് അനുഗ്രഹിച്ച കൃപയെ ഓർക്കുന്നു നാഥ. കർത്താവെ, കൂടുതൽ സമയം അവിടുത്തെ സന്നിധിയിലായിരുന്നു കൊണ്ട് അനേകം മക്കളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ തരുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ഈശോനാഥ, ഞങ്ങളിതാ ഉറങ്ങാൻ പോകുന്നു. ഞങ്ങൾക്ക് നല്ല നിദ്ര തന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവിടുന്ന് ഞങ്ങളെ കാക്കുന്ന കാവൽ മാലാഖമാരാൽ പരിപാലിച്ച് ഞങ്ങളെ എല്ലാവരെയും കാത്തുകൊള്ളണമേ. ഒരു ദുർസ്വപ്നങ്ങൾ കാണുവാൻ ഇടയാക്കാതെ വണ്ണം അവിടുന്ന് കരുതുമാറാകണമേ. ഒരു അന്ധകാര ശക്തികളോ പൈശാചിക തന്ത്രങ്ങളോ വിഷജന്തുക്കളോ ഒരു പ്രാണികളോ ഞങ്ങളെ ആരെയും തൊടുവാനോ അടുത്തുകൂടുവാനോ ഇടവരാതെ വണ്ണം കാത്തുകൊള്ളണമേ അപ്പ. ഒരു കള്ളന്മാരോ അക്രമികളോ കടന്നു വരുവാനോ ഞങ്ങളെ നോട്ടം വയ്ക്കുവാനോ ഇടവരാതെ വണ്ണം അവിടുത്തെ മാലാഖമാരാൽ കോട്ട കെട്ടി സംരക്ഷണം തരണം നാഥ. ഈ രാത്രിയിൽ ഞങ്ങളെ ആരെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ വിശുദ്ധിയുള്ളവരാക്കി മാറ്റണം അപ്പ. ഇന്ന് ഞങ്ങളെ ഭൂമിയിൽ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി. ആകയാൽ കർത്താവെ, ഇന്ന് പിതാവിൻ്റെ പക്കൽ ഞങ്ങളെ മഹത്വപ്പെടുത്തണം നാഥ. നമുക്ക് ഒരു തിരുവചനം വായിക്കാം. വായിച്ച് 5 മിനിറ്റ് നേരം കിടക്കയിലിരുന്ന് ആ വായിക്കുന്ന വചനം ധ്യാനിക്കാം. ധ്യാനിച്ച് നമ്മൾ ഇന്ന് ചെയ്തു പോയ എല്ലാ പാവങ്ങളും ഈശോയുടെ കാൽക്കൽ സമർപ്പിച്ച് മാപ്പപേക്ഷിക്കാം. നാം പ്രാർത്ഥിച്ച് കിടന്നതിന് ശേഷം പ്രഭാതം നമുക്ക് തരുന്നെങ്കിൽ ദൈവം നല്ലൊരു ദിവസത്തിന് വേണ്ടിയും കൂടി പ്രാർത്ഥിച്ചിട്ട് കിടക്കാം. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് 67-ാം അധ്യായം. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തൻ്റെ പ്രീതി നമ്മുടെ മേൽ ചൊരിയുമാറാകട്ടെ. അങ്ങയുടെ വഴി ഭൂമിയിലും അങ്ങയുടെ രക്ഷാകര ശക്തി സകല ജനതകളുടെ ഇടയിലും അറിയപ്പെടേണ്ടതിന് തന്നെ. ദൈവമേ, ജനതകൾ അങ്ങേ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങേ സ്തുതിക്കട്ടെ. ജനതകളെല്ലാം ആഹ്ലാദിക്കുകയും ആനന്ദഗാനം ആലപിക്കുകയും ചെയ്യട്ടെ. അങ്ങ് ജനതകളെ നീതിപൂർവം വിധിക്കുകയും ജനപദങ്ങളെ നയിക്കുകയും ചെയ്യുന്നു. ദൈവമേ, ജനതകൾ അങ്ങേ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങേ സ്തുതിക്കട്ടെ. ഭൂമി അതിൻ്റെ വിളവ് നൽകി. നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിച്ചു. അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചു. ഭൂമി മുഴുവൻ അവിടത്തെ ഭയപ്പെടട്ടെ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഈ വചനം നമുക്കൊരു 5 മിനിറ്റ് നേരം ധ്യാനിച്ചിട്ട് കിടക്കയുടെ 4 ചുറ്റും കുരിശടയാളം വരയ്ക്കുക. നെറ്റിത്തടത്തിൽ 3 തവണ കുരിശടയാളം വരച്ച് യൂദന്മാരുടെ രാജാവായ നസ്രയേൽക്കാരനായ ഈശോയെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും കാത്തുകൊള്ളണമേ എന്ന് ചൊല്ലണം. ആമേൻ.